അച്ഛന്റെ ഫ്യൂച്ചർ എന്താണെന്നുള്ളത് അച്ഛൻ പൊളിറ്റിക്സിന് വേണ്ടി സാധാരണ മക്കളെ കുറിച്ചായിരിക്കും ഫ്യൂച്ചറിന്റെ ആശങ്ക. ഇത് മക്കൾക്ക് എന്താണ് അച്ഛൻ്റെ ഒരു ആശങ്കയൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. അച്ഛന് നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചും ആശങ്കയില്ല, നമുക്കും അച്ഛന്റെ ഫ്യൂച്ചറിനെ കുറിച്ചും ആശങ്കയില്ല. കാരണം അച്ഛനൊരു വിശ്വാസമുണ്ട്. അച്ഛൻ എന്ത് ചെയ്താലും കാരണം അച്ഛൻ ഒരുപാട് എഫേർട്ട് ഇടാറുണ്ട്. അപ്പം ഒരുപാട് എഫേർട്ട് ഇടുമ്പോൾ ആ എഫേർട്ടിന് എന്തെങ്കിലും ഒരു റിസൾട്ട് ഡെഫിനറ്റ്ലി കിട്ടുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പം ഭാവിയിൽ എന്താണ് അച്ഛൻ ആകാൻ പോകുന്നത് നമുക്ക് കണ്ടു നോക്കാം. പക്ഷെ അച്ഛന് ഒരു പൊളിറ്റിക്കലി നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം കൊച്ചിലെ തൊട്ടാണെങ്കിലും നമ്മളിപ്പം ഒരു എന്താ പറയാ ലോങ് ഒക്കെ ട്രാവൽ ചെയ്യുകയാണ്, ഇപ്പൊ റോഡിലൊരു ആക്സിഡന്റ് ഒക്കെ കണ്ടാൽ എല്ലാവരും ചാടി വീണ് സഹായിക്കാൻ, നമ്മൾ നല്ല മനസ്സുള്ളവരായിരിക്കാം, പക്ഷെ ചാടി വീണ് സഹായിക്കാനുള്ളൊരു ഇൻസ്റ്റിങ്ക്റ്റ് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. നമ്മൾ ചിന്തിക്കും അയ്യോ ഇനി അവരെ അടുത്ത് കാറി കയറ്റിയാൽ നമ്മുടെ കാറ് ബ്ലഡ് ആവുമോ എന്നൊക്കെ. ഇറ്റ്സ് എ വെരി നാച്ചുറൽ തോട്ട്. പക്ഷെ അച്ഛനൊന്നും ആ ചിന്തയില്ല. ചാടി ഇറങ്ങി സഹായിക്കുക. ഇപ്പൊ നമ്മുടെ വീട്ടിന്റെ അവിടെ ഒരു ബണ്ട് പൊട്ടി ഇടയ്ക്കിടയ്ക്ക് വെള്ളപ്പൊക്കം വരാറുണ്ടായിരുന്നു. അതിലിറങ്ങുന്നത് സേഫ് അല്ല, കാരണം ആ പരിസരത്തുള്ള പാമ്പ് മൊത്തം അതിൽ കൂടി ഒഴുകി പോകുന്നു. പക്ഷെ അച്ഛൻ ചിന്തിക്കില്ല. ചാടി ഇറങ്ങി സഹായിക്കാനുള്ള ഇൻസ്റ്റിങ്ക്റ്റ് അച്ഛന്റെ ഉള്ളിലുണ്ട്. അതിനോടൊപ്പം തന്നെ നല്ല വിഷൻ ഉള്ള ഒരാളാണ് അച്ഛൻ. അപ്പൊ ഇതൊരു നല്ല കോമ്പിനേഷനാണ് ഒരു നല്ല ലീഡറിന്. പിന്നെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛന് വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ല. നാട് നന്നാക്കണം, നാടിന് വേണ്ടി പ്രവർത്തിക്കണം, നാട്ടുകാരുടെ ഒരു റെപ്രസെന്റേറ്റീവ് ആകണം എന്ന് മാത്രമാണ് അച്ഛന്റെ ഉദ്ദേശം. അതെനിക്കറിയാം. അതുകൊണ്ട് പുള്ളിക്കാരൻ ഒരു ലീഡർ ആവുന്നത് നമ്മുടെ നാടിന് നല്ലതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ദിയുണ്ട്, സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു താരമാണ്. എങ്ങനെയുണ്ട് അച്ഛന്റെ, നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെയാണ് അച്ഛനെ സഹായിക്കാൻ കഴിയുന്നത്, എന്ത് ചെയ്യുന്നുണ്ട്, എങ്ങനെയുണ്ട് അച്ഛൻ്റെ ഇതുവരെയുള്ള വർക്ക് കണ്ടിട്ട്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അച്ഛന്റെ ഓരോ വീഡിയോസ് കണ്ടാണ് നമ്മൾ ഇന്ന് അച്ഛൻ എവിടെ പോയിരുന്നു, ഇന്ന് അച്ഛൻ എന്ത് ചെയ്തു എന്നുള്ളത് ഇപ്പൊ അറിയുന്നത്. കാരണം നമുക്ക് എല്ലാ ദിവസവും ഇവിടെ വരാൻ പറ്റില്ല, നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയിലാണ് ഓഫ്കോഴ്സ് എല്ലാ വീഡിയോസും ഫോട്ടോസൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ എന്തൊരു വീഡിയോ ഇപ്പൊ ഞാൻ സാധനം കണ്ടാലും അച്ഛൻ ഏതെങ്കിലും സ്ഥലത്ത് പോയി ആൾക്കാരെ സഹായിക്കുന്നതായിട്ടോ അവരുടെ കൂടെ ഇടപഴകുന്നതായിട്ട് കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ അതിനെ റീഷെയർ ചെയ്യും. എന്നിട്ട് ഞാൻ വോട്ട് ഫോർ BJP അല്ലെങ്കിൽ വോട്ട് ഫോർ കൃഷ്ണകുമാർ എന്നുള്ളത് ഞാൻ ഇടും. കാരണം എന്നെ കൊണ്ട് പറ്റുന്ന സത്യം പറഞ്ഞാൽ അതാണ് എനിക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന അതാണ്. എനിക്ക് ആരെയും വീട്ടിൽ പേഴ്സണലി പോയി വോട്ട് ചെയ്യണം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഓൾ ഐ കൻ ഡു ഇസ് ഐ കൻ ആസ്ക് ഓർ റിക്വസ്റ്റ് മൈ ഫോളോവേഴ്സ് ടു വോട്ട് ഫോർ ദ റൈറ്റ് പേഴ്സൺ. ഈ കൊല്ലത്ത് നിന്നൊക്കെ ഒത്തിരി ഫോളോവേഴ്സ് ഉണ്ടാവുമല്ലോ, മില്യൺസ് ആളുകളുള്ളപ്പോൾ ഒത്തിരി ആളുകൾ ഉണ്ടാകും. ആരുടെയെങ്കിലും ഒക്കെ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നോ അച്ഛനെ മത്സരിക്കുന്നു? കാര്യം ഇത്രയും ദിവസം ഒരു 20 ദിവസത്തെ പ്രചരണം കഴിഞ്ഞു. ഞാനും അമ്മയും കഴിഞ്ഞ ദിവസം കൊല്ലത്ത് വന്നിട്ടുണ്ടായിരുന്നു, അച്ഛന്റെ കൂടെ ക്യാമ്പയിനിങ് നടക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന സമയത്ത് ഇവിടെ ബസ്സിൽ 2-3 കുട്ടികൾ എന്നെ കണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരെ ശ്രദ്ധിച്ചില്ല. അപ്പൊ ഞാൻ അന്ന് ഈവനിങ് റൂം എത്തിയപ്പോൾ തന്നെ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു, ഹായ് ദിയ, നമ്മൾ ബസ്സിനകത്ത് ദിയെ കണ്ട് ടാറ്റ കാണിച്ചു കണ്ടില്ല, നമ്മളൊക്കെ ഇത്തവണ അച്ഛന് വേണ്ടിയാ വോട്ട് ചെയ്യുന്നത്, നമുക്കൊക്കെ ഫുൾ സപ്പോർട്ടാണെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര പോസിറ്റീവായിട്ട് തന്നെ കാണുന്നു. ഇഷാനിയുണ്ട്, ഇഷാനിയും വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു താരമാണ്. എങ്ങനെയുണ്ട് അച്ഛന്റെ, ഇപ്പൊ ആദ്യമായിട്ടാണ് തോന്നുന്നു കൊല്ലത്തേക്ക് അച്ഛന്റെ വർക്കുമായി ബന്ധപ്പെട്ട് വരുന്നത്, എങ്ങനെയുണ്ട്? അങ്ങനെ ഒരു വളരെ പോസിറ്റീവായിട്ടാണ് തോന്നുന്നത്. കാരണം ട്രിവാൻഡ്രം നമുക്കറിയാം, അച്ഛന് കൂടുതൽ ആൾക്കാർക്ക് അവിടെ അറിയാം. പക്ഷെ കൊല്ലം വളരെ ഒരു അത്ര ഫെമിലിയർ അല്ലാത്തൊരു സ്ഥലമാണ്. പക്ഷെ അവിടെയും ആൾക്കാർ നല്ല രീതിക്കാണ് അച്ഛനെ സ്വീകരിച്ചതും. എന്താ പറയാ, അച്ഛൻ വന്ന ഉടനെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് അച്ഛന്റെ ഇങ്ങനെ ഒത്തിരി വണ്ടിയിലൊക്കെ ആയിട്ട് വരുന്നത്. അപ്പൊ ഐ തോട്ട് ഇത് കൊല്ലം തന്നെയാണ്, ഹൗക്കം അവിടെ എത്രയും സപ്പോർട്ട് കിട്ടി. സോ സിനിമയിലൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റിനെ കൊണ്ടുവരുന്ന ആ ഒരു അങ്ങനെയാണല്ലോ നമ്മളെല്ലാം സിനിമയായിട്ട് റിലേറ്റ് ചെയ്യണം. ഞാൻ കിച്ചു എന്തിനാ ഇങ്ങനെ, കിച്ചുവിന് ഇങ്ങനെ ഇത്രയും ആൾക്കാർ അന്നാ ഫസ്റ്റ് ഡേ അതാ സിനിമയിലൊക്കെ അല്ലേ വണ്ടി വരുന്നവർക്ക് 500 രൂപയും ബിരിയാണി എന്നൊക്കെ നമ്മൾ സിനിമയും പറയത്തില്ലേ. പക്ഷെ പാവം കേട്ടോ, ഈ വന്ന ഓരോരുത്തരും കയ്യിൽ നിന്ന് കാശ് മുടക്കി വന്നതാണ്. അത് ഭയങ്കരമായിപ്പോയി കേട്ടോ. കൃഷ്ണകുമാർ കൊണ്ടുവരും നിങ്ങൾ ചിന്തിച്ചോ? അയ്യോ ഇല്ല, ഞങ്ങൾ അത് ശരിക്കും ഞാൻ ഷോക്ക്ഡായിപ്പോയി. കിച്ചുവിന് എങ്ങനെ ഇത്രയും ഒരു ഭയങ്കര എൻട്രി ആയിരുന്നു, ഭയങ്കരമായിരുന്നു കേട്ടോ. എത്രയോ കിലോമീറ്റേഴ്സ് റോഡ് ബ്ലോക്ക്, ആ രീതിയിലുള്ള ആൾക്കാർ വന്നിരുന്നു. ദാറ്റ് വാസ് ലൈക്ക് സോ ഗുഡ്. ഈ നിങ്ങൾ കണ്ടന്റ്സ് ഒക്കെ വേറെ ആണെങ്കിൽ പോലും ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട അച്ഛനെ സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. എങ്ങനെയുണ്ട് ബാക്കിയുള്ള റെസ്പോൺസും കാര്യങ്ങളും? നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ആക്ച്വലി നമ്മൾ ഇതുവരെ എന്റെ സൈഡിൽ നിന്ന് ഞാൻ ഒത്തിരി എനിക്ക് ഇടാൻ പറ്റിയില്ല. ബിക്കോസ് ഇവിടെ വന്ന് പേഴ്സണലി കണ്ട് എത്രമാത്രം ഇടാൻ പറ്റും എന്ന് വെച്ചിട്ടാണ് ഇപ്പൊ ഇവിടെ വന്നേക്കുന്നത്. സോ ഇനിയായിരിക്കും കൂടുതലും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ സപ്പോർട്ട് കാണിക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടാകുമോ നിങ്ങൾ? 3 ഡേയ്സിനാണ് നമ്മൾ വന്നേക്കുന്നത്. സോ ആസ് ഓഫ് നോ അതാണ് പ്ലാൻ. ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തെങ്കിലും ഇവന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യും. അതെ. അപ്പോ കൃഷ്ണകുമാർജി ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു, വളരെ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. ഇങ്ങനെയുണ്ട് ഫാമിലിയുടെ ഒരു സപ്പോർട്ട്. കാര്യം ഇപ്പം നമ്മൾ എന്തിലേക്ക് ഇറങ്ങിയാലും കുടുംബം ഒരു വലിയ ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. 2 തരത്തിലാണ് കുടുംബത്തെ കാണുന്നത്. ഒന്ന്, നമുക്ക് കുടുംബത്തിന്റെ സപ്പോർട്ട്. കാരണം ഒരു കുടുംബം നയിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊരു വീട്ടിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റെസ്പെക്ട് പോലും വേറെയാണ്. അതെപ്പോഴും അങ്ങനെയാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ കുടുംബത്തിന്റെ ഒരു വില മനസ്സിലാക്കുന്നത്. എവിടെ ചെന്നാലും അംഗീകാരം, നല്ലൊരു കുടുംബമുള്ളത്. അപ്പോൾ ഒരു സ്ഥാനാർത്ഥിയാകുമ്പോൾ തന്നെ വോട്ടേഴ്സ് നോക്കും
അതിൽ തന്നെ ഫ്ലോട്ടിംഗ് വോട്ടേഴ്സ് ഉണ്ട്, സ്ഥിരമായി ഇന്ന പാർട്ടിക്ക് കൊടുക്കാത്ത. അവർ നോക്കുമ്പോൾ ഒരു നല്ല കുടുംബനാഥനാണ്. അദ്ദേഹത്തിന് ദേശത്തെ നയിക്കാനും കഴിവുണ്ട്. ഞങ്ങളുടെ വോട്ട് ഇയാൾക്ക്. അത് കുടുംബത്തിന്റെ ഒരു ഇത്. രണ്ടാമത് ദൈവികമായി നമുക്ക് കിട്ടിയൊരു ഭാഗ്യം എന്ന് വെച്ചാൽ, ഞാനൊരു വലിയ കലാകാരനൊന്നുമല്ല, കലാകാരൻ മാത്രമല്ല. എൻ്റെ മക്കൾക്ക്, വലിയ കലാകാരൻ മക്കൾക്ക് കിട്ടുന്ന അതേ ഒരു അംഗീകാരവും സ്നേഹവും ജനങ്ങളിൽ നിന്ന് കിട്ടുന്നു. അതാണ് ഇപ്പൊ സിന്ധു പറഞ്ഞു, അത്ഭുതപ്പെട്ടു കൊല്ലത്ത് വന്നപ്പോഴും. കാരണം മീഡിയ തന്നെ പവർഫുള്ളാണ്. അതിൽ നിന്ന് സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ആൾക്കാർ വളരെ പേഴ്സണലായിട്ട് കാണുന്ന സംഭവം. ഇവരൊക്കെ ഓരോ വീട്ടിലെ അംഗങ്ങളെ പോലെ അവരെ കാണുന്നത്. ആ അംഗങ്ങളുടെ അച്ഛനാണ് ഞാൻ. അപ്പൊ എന്നെയും ആ കുടുംബത്തിൽ അംഗമായിട്ട് കണ്ടിട്ട് പല സ്ഥലത്തും പോകുമ്പോൾ പാർട്ടിയുടെ ആൾക്കാരല്ല വരുന്നത് എനിക്കറിയാം. ഇന്ന് ജനങ്ങൾ ഈ ഒരു പ്രചരണം ഏറ്റെടുത്ത് ഞങ്ങളുടെ വോട്ട് കൃഷ്ണകുമാറിനാണ്, ഞങ്ങൾ കഴിഞ്ഞോണം ഈ പാർട്ടിക്ക് എല്ലാവരും ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ ദിവസമായി. വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ്. 100% പോസിറ്റീവാണ്. ഇവിടുത്തെ ജനങ്ങളോടും പ്രവർത്തകരോടും നന്ദി. അപ്പോൾ കുടുംബമായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ സപ്പോർട്ടോടുകൂടി ഉണ്ടാകുമെന്നാണ് അറിയിക്കുന്നത്. കൊല്ലത്ത് നിന്ന് ലിജോ റോളൻസ്, മീഡിയ 1.